നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യഹെസ്കേൽ 27 ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായ എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോറിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി സോറിനോട് പറയേണ്ടത്, തുറമുഖങ്ങളിൽ പാർക്കുന്നവളും ഏറിയ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായുള്ളവേ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരേ, ഞാൻ പൂർണ്ണ സുന്ദരിയാകുന്നുവെന്ന് നീ പറഞ്ഞിരിക്കുന്നു. നിന്റെ രാജ്യം സമുദ്രമധ്യേ ഇരിക്കുന്നു. നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിരിക്കുന്നു. സേയീരിലെ സർണ്ണമരം കൊണ്ട് അവർ നിന്റെ പാർശ്വമൊക്കെയും പണിതു. നിനക്ക് പാമ്പരം ഉണ്ടാക്കേണ്ടതിന് അവർ ലെബാനോനിൽ നിന്ന് ദേവദാരുക്കളെ കൊണ്ടുവന്നു. ബാശാനിലെ കരുവേലകം കൊണ്ട് അവർ നിന്റെ തണ്ടുകളെ ഉണ്ടാക്കി. കിത്തീം ദ്വീപുകളിൽ നിന്നുള്ള പുന്നമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് തട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നിനക്ക് പൊടിയായിരിക്കേണ്ടതിന് നിന്റെ കപ്പൽപ്പായ മിസ്രയീമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. എലിശാബിൻ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു. സീദോനിലെയും സർവാദിലെയും നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു. സോരേ, നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലിമികളായിരുന്നു. ഗബലിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ ഓരായ പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിൽ ഉണ്ടായിരുന്നു. പാർസികളും ലൂദ്യരും പൂത്യരും യോദ്ധാക്കളായി നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ പരിചയും തലക്കൂരികയും നിന്നിൽ തൂക്കി നിനക്ക് ഭംഗി പിടിപ്പിച്ചു. അർവാദ്യർ നിന്റെ സൈന്യത്തോടുകൂടെ ചുറ്റും നിന്റെ മതിലുകളിന്മേലും ധർമാദ്യർ നിന്റെ ഗോപുരങ്ങളിലും ഉണ്ടായിരുന്നു. അവർ നിന്റെ മതിലുകളിന്മേൽ ചുറ്റും പരിച തൂക്കി നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കി. തർസീസ് സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരി ആയിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയും കരിയും എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യാവാൻ, തുബാൽ, മേശക്ക് എന്നിവർ നിന്റെ വ്യാപാരികൾ ആയിരുന്നു. അവർ ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. തോഗർമ്മ ഗ്രഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർകഴുതകളെയും തന്നു. ഗദാദ്യർ നിന്റെ വ്യാപാരികളായിരുന്നു. അനേകം ദ്വീപുകൾ നിന്റെ അധീനത്തിലെ വ്യാപാര ദേശങ്ങളായിരുന്നു. അവർ ആനക്കൊമ്പും കുതിരയും നിനക്ക് കപ്പം കൊണ്ടുവന്ന് നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തം അരാം നിന്റെ വ്യാപാരിയായിരുന്നു. അവർ മരതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രവും ക്ഷണപടവും പവിഴവും പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു. യഹൂദയും ഇസ്രയേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. അവർ മിന്നീത്തിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു. ദമ്മശ്ക് നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തവും സകലവിധ സമ്പത്തിൻ്റെയും പെരുപ്പം നിമിത്തവും ഹെൽബോനിലെ വീഞ്ഞും വെളുത്ത ആട്ട് രോമവും കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. ബദൂന്യരും ഊസാലിലെ യാവാന്യരും നിന്റെ ചരക്ക് കൊണ്ട് വ്യാപാരം ചെയ്ത് മിനുസമുള്ള ഇരുമ്പും വളത്തൊലിയും വയമ്പും നിന്റെ ചരക്കിന് കൂട്ടത്തിലുണ്ടായിരുന്നു. ദദാൻ കുതിരപ്പുറത്ത് ഇടുന്ന വിശിഷ്ട പടം കൊണ്ട് നിന്റെ വ്യാപാരിയായിരുന്നു. അറബികളും കേദാർ പ്രഭുക്കന്മാരൊക്കെയും നിനക്ക് അധീനരായി വ്യാപാരികളായിരുന്നു. കുഞ്ഞാടുകൾ, ആട്ട് കൊറ്റന്മാർ, പോരാടുകൾ എന്നിവ കൊണ്ട് അവർ നിന്റെ കച്ചവടക്കാരായിരുന്നു. ശബയിലെയും ഷമയിലെയും വ്യാപാരികൾ നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ മേത്തരമായ സകലവിധ പരിമള തൈലവും സകലവിധ രത്നങ്ങളും പൊന്നും നിന്റെ ചരക്കിന് പകരം തന്നു. ഹാരാനും കൽനയും ഏദേനും ശബാ വ്യാപാരികളും അശൂരും കൽമതും നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ വിശിഷ്ട സാധനങ്ങളും ചിത്രത്തയ്യലുള്ള ധൂമ്ര പുതപ്പുകളും പരവതാനികളും ബലത്തിൽ
പിരിച്ച കയറുകളും നിന്റെ ചരക്കിന് പകരം തന്നു. തർശീസ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു. നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയും ആയിത്തീർന്നു. നിന്റെ തണ്ടയലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി. കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും ഓരായപ്പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വ ജനസമൂഹത്തോടും കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ മാലുമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും. തണ്ടേലന്മാർ ഒക്കെയും കപ്പൽക്കാരും കടലിലെ മാലുമികളെല്ലാവരും കപ്പലുകളിൽ നിന്നിറങ്ങി കരയിൽ നിൽക്കും. അവർ കൈപ്പോടെ ഉറക്കെ നിലവിളിച്ച് തലയിൽ പൂഴിവാരിയിട്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും നിന്നെ ചൊല്ലി മൊട്ടയടിച്ച് രട്ടുടുക്കുകയും നിന്നെക്കുറിച്ച് മനോവ്യസനത്തോടും കൈപ്പുള്ള വിലാപത്തോടും കൂടെ കരയുകയും ചെയ്യും. തങ്ങളുടെ ദുഃഖത്തിൽ അവർ നിന്നെ ചൊല്ലി ഒരു വിലാപം തുടങ്ങി നിന്നെക്കുറിച്ച് വിലപിക്കുന്നത് സമുദ്രമധ്യേ നശിച്ചുപോയ സോറിനെപ്പോലെ ഏതൊരു നഗരമുള്ളൂ. നിന്റെ ചരക്ക് സമുദ്രത്തിൽ നിന്ന് കയറി വന്നപ്പോൾ നീ ഏറിയ വംശങ്ങൾക്ക് തൃപ്തി വരുത്തി. നിന്റെ സമ്പത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും പെരുപ്പം കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ സമ്പന്നരാക്കി. ഇപ്പോൾ നീ സമുദ്രത്തിൽ നിന്ന് തകർന്ന് പോയിപ്പോയി. നിന്റെ വ്യാപാര സമ്പത്തും നിന്റെ അകത്തുള്ള ജനസമൂഹമൊക്കെയും വെള്ളത്തിൻ്റെ ആഴത്തിൽ വീണിരിക്കുന്നു. ദ്വീപ് നിവാസികളൊക്കെയും നിന്നെക്കുറിച്ച് സ്തംഭിച്ചു പോകുന്നു. അവരുടെ രാജാക്കന്മാർ ഏറ്റവും ഭയപ്പെട്ട് മുഖം വാടി നിൽക്കുന്നു. ജാതികളിലെ വ്യാപാരികൾ നിന്നെക്കുറിച്ച് ചൂളകുത്തുന്നു. നിനക്ക് ശീഘ്രനാശം ഭവിച്ച് നീ സദാകാലത്തേക്കും ഇല്ലാതെ ആകും. 27-ാം അധ്യായം സോറിനെ കുറിച്ചുള്ള വിലാപഗീതമാണ്. കടൽത്തീര പട്ടണമായിരുന്ന സോറിനെ ഒരു കപ്പലിനോട് ഉപമിച്ചിരിക്കുന്നു. ആ കപ്പൽ വിദേശത്ത് സെനീരിൽ നിന്നുള്ള സരളമരം കൊണ്ടുള്ളതായിരുന്നു. ലെബാനോനിലെ ദേവദാരു ആയിരുന്നു പാമരം. തണ്ടുകൾ ബാഷാനിലെ കരുവേലകം, തട്ട് കിത്തീം ദ്വീപുകളിലെ പുന്നമരത്തിൽ ആനക്കൊമ്പ് പതിപ്പിച്ചത്. കപ്പൽ പായ് മിസ്രൈമിൽ നിന്നുള്ള വിചിത്ര ക്ഷണപടം, വിധാനം എലീഷ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രവസ്ത്രവും രക്താംബരവുമായിരുന്നു. തണ്ട് വലിച്ചിരുന്നവർ സീദോനിലും സർവാദിലും നിന്നുള്ളവർ. മാലുമികൾ സോറിലെ ജ്ഞാനികളായിരുന്നു. ഗബേലിലെ മൂപ്പന്മാർ ഓരായ പണിക്കാരായിരുന്നു. കപ്പലിലെ യോദ്ധാക്കൾ പാർസികളും ലൂദ്യരും പൂത്യരുമായിരുന്നു. അർവാദ്യരും ഗമ്മാദ്യരും ചുറ്റും പരിചകൾ തൂക്കി ഭംഗി വരുത്തി. തർസീസ്, യാവാൻ, തൂബാൽ, മേശക്ക്, തോഗർമ, അരാം, ഇസ്രയേൽ, ദമ്മശേക്ക്, ദദാന്യർ, ബെദാന്യർ, യാവാന്യർ, അറബികൾ, കേദാര്യർ, ശബായർ, രമായർ, ഹാരാന്യർ, കൽദയർ, അശൂര്യർ, തർസീസുകാർ തുടങ്ങി ലോകത്തിലെ മിക്ക രാജ്യങ്ങളുമായി വലിയ വ്യാപാര ബന്ധം സോറിനുണ്ടായിരുന്നു. സോറിന്റെ വ്യാപാര വസ്തുക്കളുടെ ഒരു പട്ടിക ഈ അധ്യായത്തിൽ ഉണ്ട്. രത്നം, പൊന്ന്, വെള്ളി, ഇരുമ്പ്, കാരിയം, വെള്ളിയം, താമ്രം, ആനക്കൊമ്പ്, കരിമരം, മരതകം, പവിഴം, പത്മരാഗം, തേൻ, എണ്ണ, പരിമളം, ആട്ടുരോമം, ആട്, കുതിര, കഴുത, വിവിധ വസ്ത്രങ്ങൾ തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. എന്നാൽ സോറിന്റെ ദൈവനിഷേധവും അഹങ്കാരവും നിമിത്തം ദൈവം ആ കപ്പലിനെ കടലിൽ മുക്കി. അഥവാ സോർ പട്ടണം പാതാളത്തോളം താണുപോയി. അവർ നിലവിളിച്ചു, ആരും കേട്ടില്ല. ദൈവനിഷേധം മൂലം മുമ്പും സോദോം, ഗോമോറ, ആദ്മാ, സൊബോയിയും, ബേല തുടങ്ങിയ പട്ടണങ്ങൾ തീക്കിരയായിട്ടുണ്ട്. ദൈവം തരുന്ന നന്മകൾ നന്ദിയോടെ അനുഭവിക്കുന്നതിന് പകരം നിഗളിച്ചാൽ രാജ്യങ്ങൾക്കും ദേശത്തിനും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഇന്നും ഈ താഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാറ്റ് മതി, ഒരു മഴ മതി, ഒരു മേഘവിസ്ഫോടനം മതി, ഒരു ചക്രവാത ചുഴി മതി, സുനാമി മതി, ഒരു പകർച്ചവ്യാധി മതി, അതിൻ്റെ ഒരു അണു മതി. വളരെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിനെ സ്നേഹിച്ച് യേശുവിനെ മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.